അമ്മച്ചമ്മരെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വ്ളോഗായിട്ടല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാത്തത് കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മൾ മെസ്സേജൊക്കെ അയച്ചു ചോദിക്കുന്നു, എന്തു പറ്റി സുഹൃത്തുക്കളെ, എന്തു പറ്റി കാണാനില്ല. അമ്മച്ചയാവട്ടെ, എന്നെ ഒന്നുമല്ല, അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ഇങ്ങനെ പറയുന്നതിലും നല്ലതാണല്ലോ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് വന്നേക്കുന്നതാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട് അച്ഛന്മാരെ. നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത് വഴിയോര കച്ചവടമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനത്തിന് വേണ്ടിയിട്ട് ഒരു സാറ് നമുക്ക് കുറച്ച് സ്ഥലം ലീസിന് തന്നിട്ടുണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നുമില്ല അല്ലേ, നല്ല സ്ഥലമാണ്. നമ്മൾ സ്ഥലം ഏതാന്നൊക്കെ ഞാൻ വഴിയെ പറയാം, എല്ലാം റെഡിയായിട്ട് പറയാമെന്നാണ് ഓർത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ആൾക്കാരുടെ എല്ലാം ചോദ്യം കണ്ടിട്ട് നമുക്കൊരു കാരണം പറയണമല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പാടുപെട്ട് കൊണ്ടുവന്ന ഈ ചാനലും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. പുള്ളിക്കാരൻ ഞാൻ പറയുന്നത് എൻ്റെ പുറകെ ഇരുന്ന് പറയുക, മറ്റേ എക്കോ പോലെ, പൊക്കോ നിന്റെ എക്കോ. അപ്പം ഇതൊന്ന് പറയാന്ന് ഓർത്തോണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു സ്ഥലം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ, ലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടാ കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ എന്നാ പറയണ്ടേ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്, അഡ്വാൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് കച്ചവടം ഡെവലപ്പാക്കി എടുക്കാനൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അത് വഴിയോര കച്ചവടം എന്ന് പറയുന്നത് തന്നെ ഓട്ടോറിക്ഷയിൽ ഈ പറഞ്ഞ പോലെ തന്നെ മഴയത്ത് നടക്കുകയല്ല, ഇരുന്ന് കഴിക്കാൻ, അല്ലെങ്കിൽ ആരും അങ്ങനെ ഒന്നും വാങ്ങുകയല്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയാടാ ഒരു കട നിങ്ങൾ റെഡിയാക്കി എങ്ങനെയെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കടകളെല്ലാം ഞാൻ പോയി നോക്കി, ഭയങ്കര റെൻ്റാണ്. ഒരു 6000-7000 രൂപയിൽ കുറഞ്ഞ കടകൾ, സെക്യൂരിറ്റി ഒരു 25,000-30,000 ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഒരു കുഞ്ഞൊരു റൂമും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നമുക്ക് പറ്റുന്ന രീതി ഒരു 15x20 അടിയിലൊരു കട നമ്മൾ റെഡിയാക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് കാർ പാർക്കിങ് ചെയ്യാനും ഒക്കെ ഉള്ള ഏരിയ ഉണ്ട്. നല്ല രീതിയിൽ ചെയ്യണം അച്ഛന്മാരെ, പൊളിക്കും നമ്മൾ അല്ലേ. അപ്പോൾ അതിന് ലോണ് വെച്ചതെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കുറേ നാൾ മുമ്പ്, ഒരു 6 മാസം മുമ്പ് നമ്മൾ പറഞ്ഞാണ് ലോണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് റെഡി ആയിട്ടില്ല, അത് റെഡി ആയിട്ട് വേണം ഓട്ടോ എടുക്കാനൊക്കെ പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അത് തന്നെ ഇപ്പം അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഞാനൊരു പുതിയ ഇതായിട്ട് എടുത്തായിരുന്നു, എന്നാ മെമ്പർഷിപ്പായിരുന്നു, എൻ്റെ പുതിയൊരു മെമ്പർഷിപ്പായിരുന്നു. അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1 ലക്ഷം രൂപ എന്നുള്ള ലോണ് അവിടെ നമ്മളെ പിടിച്ചു. പകുതിയായിട്ട് 57,000 രൂപ ലോൺ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കിട്ടിയേച്ച് വേണം നമുക്ക് നമ്മുടെ സ്ഥലം ഇങ്ങോട്ട് അല്ലേ മേടിക്കാനായിട്ട്, എഴുതി മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അഡ്വാൻസ് പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് റെൻ്റൊക്കെ ഉള്ളൂ, എന്നാലും നമുക്ക് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ JCB കൊണ്ട് ആ തറയൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം. പിന്നെ ആണ് നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടത്. അതൊന്നും ഈ പറഞ്ഞ പോലത്തെ പൈസ തീരുമോയെന്ന് എനിക്ക് അറിയത്തേ ഇല്ല. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ ഇടണം. വലിയൊരു ഹോട്ടലൊന്നും അല്ല ഞാനത്, ചെറിയൊരു ഹാള് പോലെ റെഡിയാക്കിയിട്ട് ഒരു കിച്ചണും ഒക്കെ ആയിട്ട് കണ്ടാൽ നല്ല വൃത്തി വേണം. അതേ ഉള്ള എൻ്റെ ലക്ഷ്യം. കാണുന്ന ആൾക്കാർക്കൊക്കെ വന്ന് ഒന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട് വൃത്തി വേണം. അത് ഒരു സന്തോഷമാണ്. ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ ഫണ്ട് ഒക്കാത്തത് കാരണം അതിങ്ങനെ എഴുതി മേടിക്കുവാണെങ്കിൽ അല്ലേ, അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചക്കുള്ളിൽ ഇതെല്ലാം റെഡിയാക്കി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്കൊരു 50,000 രൂപ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ക്ലിയർ ആകും. അപ്പോൾ ആ പൈസ ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെയുള്ള ഓട്ടോ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യവും നടക്കുകയല്ല, എന്നാലും കുറേയൊക്കെ നടന്നേനെ കേട്ടോ. അപ്പോൾ ഈ 50,000 രൂപ കൊണ്ട് എന്നാ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ മുന്നോട്ട് പോവുകയാണ് മച്ചാന്മാരെ. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ ഒരു പരിപാടിയും ചെയ്യാതിരുന്നിട്ട് പൈസ ഇല്ല എന്ന് പറയുന്നതിലും നല്ലത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. എപ്പോഴും ആൾക്കാരും നമ്മളെ എന്നാ ഒരു ഹെൽപ്പിന് ഹെൽപ്പിന് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഹെൽപ്പിനെന്ന് പറഞ്ഞാൽ 1-2 നമ്മൾ ചെയ്തു നോക്കാതെ, ഒരു കാര്യം ചെയ്ത് നോക്കാതെ ചുമ്മാ ഇരുന്നുകൊണ്ട് അയ്യോ സഹായിക്കണം അങ്ങനെ ആരും സഹായിക്കുകയല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വിജയിക്കാതെ വരുന്ന നമ്മൾ എന്നെ പരിപാടി ചെയ്താലും പരാജയമാണ്. ഇത് അടിപൊളിയായിട്ട് വെക്കൊണ്ടിരുന്നതാണ്. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇടയ്ക്ക് സെയിൽ ഇച്ചിരി കുറഞ്ഞു, വഴിപണിയായി, അങ്ങനെ അങ്ങ് നിന്നുപോയി. അച്ചാറിന്റെ പരിപാടി ഇതുപോലെ തന്നെ നിന്നുപോയി. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ ഫിസിയോതെറാപ്പി, എനിക്ക് സമാധാനക്കേടാണ്. ഉറങ്ങുന്ന സമയത്താണല്ലോ ഞാനും കിടക്കാൻ നേരമൊക്കെ ഞാനിങ്ങനെ ഓർക്കും.
അല്ലേ? എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു ഇവന്റെ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മാറ്റമായിരുന്നു. അപ്പൊ നമ്മള് ജോലി പൊക്കിക്കൊണ്ടിരുന്നവനെ ഇപ്പം അവൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവന് മടിയുക, അതുമല്ല അതുപോലെ ഒക്കത്തില്ല, സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അതും കൂടെ മുടങ്ങി. അതാണ് നമുക്ക് കച്ചവടമുള്ള സമയത്ത് അതും ചെയ്യായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം റോഡ് പണിയിലാണ് ഇത് മൊത്തം നമ്മുടേത് പോയേക്കുന്നത് കേട്ടോ. ഇപ്പം നിലവിൽ പോയേക്കുന്ന കച്ചവടം ഒരിടത്തും ആ റൂട്ട് ഒരിടത്തും ചെയ്യാൻ പറ്റിയല്ല. പല ആൾക്കാരും പറയും മാറ്റിയൊന്നും പിടിക്കും. ഞാൻ മാറ്റി മുണ്ടി വരുമ്പോൾ ആ സ്ഥലത്തൊക്കെ പോയി, അവിടെയൊക്കെ പോയിട്ട് മൈൻഡ് പോലും ചെയ്യാത്ത സാഹചര്യം. സ്ഥിരം കാണുന്ന സ്ഥലത്തൊക്കെയാണ് ആൾക്കാർ നിർത്തി വാങ്ങിക്കും. പക്ഷേങ്കിൽ നമ്മൾ വേറെ സ്പോട്ട് എന്ന് പറയുമ്പോൾ അത് നടക്കുകയല്ല കേട്ടോ. അങ്ങോട്ട് ഫുള്ള് പണിയാണ്. പിന്നെ ഇപ്പുറത്തെ കട്ടപ്പന റോഡിലൊക്കെ നമുക്ക് അങ്ങനെ ആളില്ല, വല്ലപ്പോഴും ഓരോ ആൾക്കാർ പോകുന്നതൊക്കെ ഉള്ളു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അവിടെ നടക്കാത്തത്. ശ്രമിക്കാഞ്ഞിട്ടല്ല, ശ്രമിച്ചിട്ട് ഒരു അല്ല ജീവിതം പൊരുതാനുള്ളതാന്നൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ പൊരുതിയിട്ട് അടപ്പിളകുവാണ്. പക്ഷേ ഒരു ബേസ്മെന്റ് ഉണ്ടാകുന്നില്ല അച്ഛമ്മ. അത് ഇവരെ എങ്ങനെയാലും എനിക്ക് സേഫ് ആക്കണം. ഇനിയിപ്പം അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അത് തൽക്കാലം ഇപ്പൊ എനിക്ക് ഒരു ബേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട്. വഴിയോര കച്ചവടം ഒന്നും ശാശ്വതമായ ഒരു കാര്യങ്ങളല്ല. എൻ്റെ കൂട്ടുകാരാണെങ്കിലും വഴി വെച്ച് കാണുമ്പോൾ പറയാം, ടുട്ടുവനെ എടാ ഇത് ബിരിയാണി ഒന്നും വേണ്ടിയിട്ടല്ല, നിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നതെന്ന് പറയും. എടാ ഞാൻ പറയും ബുദ്ധിമുട്ട് പറഞ്ഞ് മേടിക്കണ്ട, നമുക്ക് ആവശ്യമുണ്ടെന്ന് വാങ്ങിച്ചാൽ മതി. എനിക്ക് ഒന്നാതെ ഇങ്ങനെ ഒരു ഇത് പറയുന്നത് എനിക്ക് എന്തോ പോലെയാണ്. നമ്മള് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോംപ്ലക്സ് അല്ല, ഒരു വിഷമം ഉണ്ടല്ലോ ഒരു മനസ്സിന്. നമ്മൾ ബുദ്ധിമുട്ട് കണ്ട എന്ന് പറയുമ്പോൾ കൂടെ പഠിച്ച പിള്ളേരും എല്ലാം ഉണ്ടല്ലോ, അവരൊക്കെ വന്നിങ്ങനെ വഴിയോര കച്ചവടമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, ഓൾറെഡി ബുദ്ധിമുട്ട് വരും. അത് ഭയങ്കരമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ നമുക്കൊരു ബേസ്മെന്റ് എന്നായാലും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വലിയ അടിപൊളി ഒരു വീഡിയോ ഒന്നും അല്ല, ഇതെൻ്റെ ഒരു സന്തോഷം. നമുക്ക് അതെല്ലാം സെറ്റാകും എന്ന് പ്രതീക്ഷയാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെയൊക്കെ എങ്ങനെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റും. നമ്മളത് കൈയോടെ എഴുതി മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ ഞാൻ എന്നും രാവിലെ ബാങ്കിൽ എങ്ങോട്ട് ചെല്ലുന്നു, എന്നും സ്ഥിരം ചെല്ലുക, സാറേ ശരിയായി, സാറേ ശരിയായിരുന്നു. അവരെന്നെ കണ്ട് മടുത്തു. അപ്പം ഞാൻ ചെല്ലുന്നതുകൊണ്ടാന്ന് തോന്നി ഇപ്പോൾ ബാങ്ക് താമസിച്ചാണ് തുറക്കുന്നത്. 12 മണിക്ക് തുറക്കേണ്ട ബാങ്ക് ഇപ്പോൾ 2 മണിക്കാണ് തുറക്കുന്നത്. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ സാധനം മെറ്റീരിയൽ എല്ലാം വേണമല്ല, ഹോട്ടലിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനം, എല്ലാ സാധനവും വേണം. അതിന് ഒരു കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ ഓർത്തായിരിക്കുന്നത്. അതിൻ്റെ പുറകെ ഓട്ടോയാണ് മച്ചമ്മനെ. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ റെഡി ആവുമോ ഫിസിയോതെറാപ്പി ഒക്കെ പിന്നാണെങ്കിലും ചെയ്യാൻ സുഹൃത്തെ. അതല്ല ഞാൻ പറഞ്ഞു, ആദ്യം ഒരു നിലനിൽപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കുക, പിന്നെ ഫിസിയോതെറാപ്പി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം കച്ചവടം ചെയ്ത് പെട്ടെന്ന് ഓടി അങ്ങോട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളുണ്ട്, ചിലവുണ്ട്, വാടക കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് വിഷമമുണ്ട്, ഇത്ര ഡെവലപ്പായി വന്നിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് കട റെഡിയാക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ഇവിടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ വന്ന് കടയൊക്കെ ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ വന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും. അതാണ് നമ്മുടെ സപ്പോർട്ടാണ്, വലിയ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമെന്ന് ഓർത്താണ് നമ്മൾ വന്നത്. എല്ലാവരോടും സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോയിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയുന്നതിലും നല്ലതാണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം സ്ഥലവും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എല്ലാം റെഡി ആയിട്ട് വരാൻ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാനായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ കാണാമല്ലോ.